നമസ്കാരം. ന്യൂസ് ചാനൽസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. പഴമയുടെ പ്രൗഢി പേറുന്ന മുല്ലക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തിന് ചൊവ്വാഴ്ച തുടക്കമായി. കുപ്പിവളകൾ മുതൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വരെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ചെറുപ്പ് മഹോത്സവത്തിന്റെ ഭാഗമായി മുല്ലക്കൽ തെരുവിൽ നിറഞ്ഞു കവിഞ്ഞു. ആലപ്പുഴ നഗരസഭയിലെ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21 നടക്കുമെന്ന് സൂചന. ശതാബ്ദി മന്ദിരാങ്കണത്തിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുന്നത്. ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ലെൻസ്ഫെഡിന്റെ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം 17-18 തീയതികളിലായി ചെങ്ങന്നൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം പറഞ്ഞത്. വാർത്തകൾ വിശദമായി. പഴമയുടെ പ്രൗഢി പേറുന്ന മുല്ലക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തിന് ചൊവ്വാഴ്ച തുടക്കമായി. കുപ്പിവളകൾ മുതൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വരെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ചെറുപ്പ് മഹോത്സവത്തിന്റെ ഭാഗമായി മുല്ലക്കൽ തെരുവിൽ നിറഞ്ഞു കഴിഞ്ഞു. ന്യൂസ് ചാനൽസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്. ഭക്തിയും ആഘോഷവും ഒന്നിക്കുന്ന ആലപ്പുഴക്കാരുടെ പ്രധാന ഉത്സവമായ മുല്ലക്കൽ ചെറുപ്പ് മഹോത്സവത്തിന് ചൊവ്വാഴ്ച തുടക്കമായി. ഇനിയുള്ള 10 നാളുകളിൽ മുല്ലക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രവും ക്ഷേത്രാങ്കണവും ഭക്തിസാന്ദ്രമായ ചടങ്ങുകളാൽ മുഖരിതമാക്കും. ദീപാലങ്കാരങ്ങൾ കൊണ്ട് പ്രകാശം ചെരിയുന്ന മുല്ലക്കൽ തെരുവുകൾ ജനസാഗരമായി മാറും. ഇതിനോടകം തന്നെ സീറോ ജംഗ്ഷൻ മുതൽ AVJ ജംഗ്ഷൻ വരെ വിവിധങ്ങളായ നിറങ്ങളിലുള്ള കൊടിത്തോരണങ്ങൾ കൊണ്ട് അലങ്കാര പ്രവർത്തനങ്ങളും മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായി ഇവിടെ നടത്തിക്കഴിഞ്ഞു. മാത്രമല്ല പലതരം കച്ചവടക്കാരും മുല്ലക്കൽ തെരുവിന്റെ ഇരുഭാഗത്തായും നിരന്നു കഴിഞ്ഞു. AVJ ജംഗ്ഷനിലെ കൂറ്റൻ അലങ്കാര ഗോപുരവും ഇത്തവണ സജ്ജമാക്കിയിട്ടുണ്ട്. മണ്ഡല കാലമായതിനാൽ തന്നെ ദിവസവും മുല്ലക്കൽ ക്ഷേത്രത്തിൽ കളഭാഭിഷേകം, കുങ്കുമാഭിഷേകം, പുഷ്പാഭിഷേകം, പ്രസാദമൂട്ട് എന്നിവയും ഉണ്ടാകും. ചെറുപ്പ് ദിവസങ്ങളിൽ പുലർച്ചെ 4:30 നിർമാല്യം അഭിഷേകം, 6:30 ഭാഗവത പാരായണം, 8:30 ശ്രീബലി, 12:30 പ്രസാദമൂട്ട്, വൈകിട്ട് 6 ദീപാരാധന, രാത്രി 10:30 എതിരേറ്റ്, തീയാട്ട് എന്നിവയും നടക്കും. ഈ മാസം 20 കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ നഗരസഭയിലെ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21 നടക്കുമെന്ന് സൂചന. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ആലപ്പുഴ നഗരസഭ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 21 ഞായറാഴ്ച രാവിലെ 10 മുതൽ നഗരസഭാ ശതാബ്ദി മന്ദിരാങ്കണത്തിൽ നടക്കുമെന്ന് സൂചന. ഈ മാസം തന്നെ പുതിയ ഭരണസമിതി ചുമതലയേറ്റെടുക്കുന്ന തരത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഉൾപ്പെടെ ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യം നഗരസഭ അംഗങ്ങളായുള്ള സത്യപ്രതിജ്ഞയും പിന്നീട് നഗരസഭാ ചെയർമാൻ, വൈസ് ചെയർമാൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ എന്നിങ്ങനെയുള്ള ഭരണഘടനാ പദവികളിലുള്ളവരെയും അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കും. നിലവിൽ UDF-ന് 23, LDF-ന് 22, BJP-ക്ക് 5 സീറ്റും SDPI, PDP എന്നിവർക്ക് ഓരോ സീറ്റും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ഉൾപ്പെടെ 53 അംഗങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 2015-20 സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച് UDF-ന് പിന്തുണ നൽകിയ ജോസ് ചെല്ലപ്പൻ ഇത്തവണ മംഗലം വാർഡിൽ നിന്നും വീണ്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാടാകും ഏവരും ഉറ്റുനോക്കുന്നത്. ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ലെൻസ്ഫെഡിന്റെ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം 17-18 തീയതികളിലായി ചെങ്ങന്നൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. ലെൻസ്ഫെഡിന്റെ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം 17-18 തീയതികളിലായി ചെങ്ങന്നൂർ CC പ്ലാസയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം പറഞ്ഞത്. ചെങ്ങന്നൂരിലാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. നമ്മളുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കായംകുളത്തിൻ്റെ MLA കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് U പ്രതിഭയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ട് മാവേലിക്കരയുടെ MLA MS അരുൺകുമാർ പങ്കെടുക്കും. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ് കുമാർ, സംസ്ഥാന സെക്രട്ടറി ജിതിൻ സുധാകൃഷ്ണൻ, സംസ്ഥാന ട്രഷറർ ഗിരീഷ് കുമാർ T, ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സെൻട്രൽ കമ്മിറ്റി അംഗമായ VD ജയകുമാർ അടക്കമുള്ള സംഘടനാ നേതാക്കന്മാർ പരിപാടിയിൽ പങ്കെടുക്കും. കൃത്യമായി വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട്, അതുപോലെ ബിൽഡിംഗ് റൂൾ അടക്കമുള്ള വിഷയങ്ങളിൽ ഏറ്റവും സജീവമായി ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് ലെൻസ്ഫെഡ്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ലൈസൻസുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് ലെൻസ്ഫെഡ്.
നമ്മളുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ നിർമ്മാണ മേഖലയിലെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന സംഘടന എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഒപ്പം സംസ്ഥാനത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ടും ഈ നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾ, ബിൽഡിംഗ് റൂൾ അടക്കമുള്ള വിഷയങ്ങളിൽ ഏറ്റവും സജീവമായി ഇടപെടുന്ന ഒരു സംഘടനയാണ് ലെൻസ്ഫെഡ്. 31 യൂണിറ്റ് സമ്മേളനങ്ങളും 7 ഏരിയ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷമാണ് ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ലെൻസ്ഫെഡിന്റെ നേതൃത്വത്തിൽ ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുന്നതെന്നും 17-ന് സെമിനാർ, വിളംബര റാലി എന്നിവ നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 18-ന് ജില്ലാ പ്രസിഡന്റ് KR പ്രദീപിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന ജില്ലാ സമ്മേളനം കായംകുളം MLA U പ്രതിഭ ഉദ്ഘാടനം ചെയ്യും. MS അരുൺകുമാർ MLA ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ലെൻസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തും. ജില്ലാ പ്രസിഡന്റ് KR പ്രദീപ്, സംസ്ഥാന സമിതി അംഗങ്ങളായ R ജയകുമാർ, A സുരേഷ് കുമാർ, ഫൈസൽ, ജില്ലാ സെക്രട്ടറി MR അനിൽ എന്നിവർ ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ജില്ലാ കോടതി പാലത്തിന് ബദലായുള്ള താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. ജില്ലാ കോടതി പാലം പൊളിച്ചത് മൂലം ഇതുവഴിയുള്ള യാത്രക്കാർക്കും നഗരത്തിലെ വ്യാപാരികൾ നേരിടുന്ന പ്രതിസന്ധിയെ സംബന്ധിച്ച് നേരത്തെ ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ജില്ലാ കോടതി പാലത്തിന് ബദലായുള്ള താൽക്കാലിക പാലം നിർമ്മാണത്തിന് തുടക്കമായി. മുല്ലക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തിനും കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ തിരുവുത്സവവുമായി ബന്ധപ്പെട്ട് ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് ആളുകളാണ് മുല്ലക്കൽ തെരുവിലേക്ക് ഒഴുകിയെത്തുന്നത്. എന്നാൽ ഇരു ക്ഷേത്രങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമായ ജില്ലാ കോടതി പാലം മൊബിലിറ്റി ഹബ് നിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ചതോടെ പാലത്തെ ആശ്രയിച്ചിരുന്ന കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹനമടക്കമുള്ള വാഹനക്കാർക്കും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. മാത്രമല്ല, പ്രദേശത്തെ വ്യാപാരികൾക്കും പാലം പൊളിച്ചത് തലവേദനയായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ പൊളിച്ച ജില്ലാ കോടതി പാലത്തിന് സമീപമായി തന്നെ താൽക്കാലിക പാലം നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമായി. ഇതുമായി ബന്ധപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും സമിതി യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിലും നഗരത്തിലെ കടകളടച്ചുള്ള സമരമടക്കം നടത്തുകയും ചെയ്തു. ജില്ലാ കളക്ടർക്ക് നിവേദനവും അവർ സമർപ്പിക്കുകയുണ്ടായി. ഇത് സംബന്ധിച്ച് നേരത്തെ ന്യൂസ് സ്റ്റാർ ന്യൂസും റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടത്തിയ ചർച്ചയിൽ ചിറപ്പിന് മുൻപായി പ്രദേശത്ത് താൽക്കാലിക പാലം നിർമ്മിച്ചു നൽകാൻ കരാറുകാർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശവും നൽകി. അതിനെ തുടർന്നാണ് ഇപ്പോൾ താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. മോചിത സ്ത്രീ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നിയമപഠന ശില്പശാല സംഘടിപ്പിച്ചു. ആലപ്പുഴ ചടയമൂരി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അഡ്വക്കേറ്റ് AK രാജശ്രീ ഉദ്ഘാടനം ചെയ്തു. SL പുരം ഗാന്ധി സ്മാരക സേവാ കേന്ദ്രത്തിലെ മോചിത സ്ത്രീ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നിയമപഠന ശില്പശാല സംഘടിപ്പിച്ചു. അറിവും സംരക്ഷണവും എന്ന പേരിൽ ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമപഠന ശില്പശാല ജില്ലാ ഗാർഹിക അതിക്രമ പ്രതിരോധ സമിതി കൺവീനർ അഡ്വക്കേറ്റ് AK രാജശ്രീ ഉദ്ഘാടനം ചെയ്തു. ഗാർഹിക അതിക്രമ പ്രതിരോധ സമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെയും കാനറ ബാങ്കിന്റെയും സഹകരണത്തോടെ ചടയമൂരി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അർബൻ ഡെവലപ്മെന്റ് സെന്റർ ചെയർപേഴ്സൺ സുവർണകുമാരി അധ്യക്ഷത വഹിച്ചു. ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം ആലപ്പുഴ സബ് സെന്റർ സെക്രട്ടറി ഓമന ഗോപിദാസ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസർ മായ S പണിക്കർ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി. മോചിത സ്ത്രീ പഠന കേന്ദ്രം ചെയർപേഴ്സൺ S ഉഷ മോഡറേറ്റർ ആയിരുന്നു. അഡ്വക്കേറ്റ് രേഷ്മ K കുമാർ, ജയശ്രീ ഷാജി, ഓമന ഗോപിദാസ്, രേവമ്മ രണദേവ്, രമ ശശിയപ്പൻ എന്നിവർ സംസാരിച്ചു. അർബൻ ഡെവലപ്മെന്റ് സെന്റർ ഉപാധ്യക്ഷ രവമ്മ രണദേവ് ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴമയുടെ പ്രൗഢി പേറുന്ന മുല്ലക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തിന് ചൊവ്വാഴ്ച തുടക്കമായി. കുപ്പിവളകൾ മുതൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വരെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ചെറുപ്പ് മഹോത്സവത്തിന്റെ ഭാഗമായി മുല്ലക്കൽ തെരുവിൽ നിറഞ്ഞു കവിഞ്ഞു. ആലപ്പുഴ നഗരസഭയിലെ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21-ന് നടക്കുമെന്ന് സൂചന. ശതാബ്ദി മന്ദിരാങ്കണത്തിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ലെൻസ്ഫെഡിന്റെ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം 17, 18 തീയതികളിലായി ചെങ്ങന്നൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം പറഞ്ഞത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.